സിനിമാ കോണിന്റെ രണ്ടാം ദിനം ഏറ്റവും കൂടുതൽ കിട്ടുന്ന അപ്ഡേറ്റ്സ് ജോൺ വിക്ക് യൂണിവേഴ്സിൽ നിന്നാണ്. ജോൺ വിക്ക് 5 ഒഫീഷ്യലി കൺഫേം ആയിരിക്കുകയാണ്. നേരത്തെ തൊട്ട് പറഞ്ഞിട്ട് റൂമുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടുന്നത്. ഒരു സ്റ്റോറി സെറ്റാണ്, അതിലിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഡയറക്ടർ ചാഡ് സ്റ്റഹേൽസ്കി പറഞ്ഞത്. കിയാനു റീവ്സ് ജോൺ വിക്കായി പ്രൊജക്റ്റിൽ തിരികെ എത്തുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ജോൺ വിക്ക് 4 കണ്ടവർക്കറിയാം ഒരു പെർഫെക്റ്റ് എൻഡിംഗ് ആയിരുന്ന ഫ്രാഞ്ചൈസിക്ക് അതിലൂടെ കിട്ടിയത്. ഇതിപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഹോളിവുഡ് ഫ്രാഞ്ചൈസിനെ പോലെ തന്നെ ക്യാഷ് ഗ്രാബിന് വേണ്ടിയിട്ട് അനദർ സീക്വൽ വരുന്നു. സോ ഇതിനി എത്ര പാർട്ട് മുന്നോട്ട് പോകുന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഇതിന് പുറമെ നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രൊജക്റ്റാണ് ഡോണിയൻ ചെയ്തിട്ടുണ്ടായിരുന്ന കെയിൻ ക്യാരക്ടറിൻ്റെ സ്പിൻ ഓഫ്. ജോൺ വിക്ക് 4 ഏറ്റവും അധികം കയ്യടി വാരിക്കൂട്ടിയ ക്യാരക്ടറായിരുന്നു കെയിൻ. നേരത്തെ തൊട്ടേ ഈ ഒരു പ്രൊജക്റ്റ് റൂമുകളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു പ്രോപ്പർ കൺഫർമേഷൻ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലൂടെ കിട്ടിയിരിക്കുകയാണ്. അതും ഈ പറഞ്ഞതുപോലെ ഒരു പ്രീക്വൽ ആകുമോ അതോ സീക്വൽ ആകുമോ എന്നുള്ളതൊന്നും കൺഫേം ആയിട്ടില്ല. മോസ്റ്റ് ലൈക്ലി ഒറിജിൻ സ്റ്റോറീസ് ഒക്കെ പറയുന്ന ഒരു പ്രീക്വൽ ആവാനാണ് സാധ്യത കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നുള്ളത് ഒബ്വിയസ്ലി ബല്ലറീനയാണ്. ഈ വരുന്ന ജൂണിലാണ് ജോൺ വിക്കിൻ്റെ ആദ്യ സ്പിൻ ഓഫ് മൂവിയായ ബല്ലറീന റിലീസാവുന്നത്. അനാദെ അർമാസാണ് ടൈറ്റിൽ ക്യാരക്ടറായിട്ട് വരുന്നത്. ആൻഡ് ജോൺ വിക്കായിട്ട് കിയാനു റീവ്സിൻ്റെ കെമിയുള്ള നമ്മളൊരു ട്രെയിലറിലൂടെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ബല്ലറീനയുടെ പുതിയൊരു എക്സ്ക്ലൂസീവ് ഫുട്ടേജ് സിനിമാ കോണിൽ കാണിച്ചിട്ടുണ്ടായി. അടുത്ത പ്രൊജക്റ്റാണ് എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. സോ ബേസിക്കലി ജോൺ വിക്കിൻ്റെ ഒരു ആനിമേറ്റഡ് പ്രീക്വൽ ഫിലിം കുറച്ചുകൂടെ ഒരു ആനിമേ സ്റ്റൈലിൽ ഡെവലപ്മെൻറ്റിലുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ സിനോപ്സിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് തൻ്റെ റൈവൽസിനെ എല്ലാം ഫോളോ ചെയ്ത് കൊല്ലുന്ന ജോൺ വിക്കിൻ്റെ കഥയാണ് ഈ സിനിമയിൽ പറയാൻ പോകുന്നത്. കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം തോന്നുന്നുണ്ടല്ലേ? സത്യം പറഞ്ഞാൽ ബാക്കി പറഞ്ഞ ജോൺ വിക്ക് 5-നേക്കാളും ബാക്കി ഏതൊരു പ്രൊജക്റ്റിനേക്കാളും ഇനി വരാതിരിക്കുന്നതിന് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് ഈ ഒരു പ്രൊജക്റ്റാണ്. കിയാനു റീവ്സ് തന്നെ ജോൺ വിക്കിന് വോയിസ് ചെയ്യാൻ വരും. ആൻഡ് അൾട്രാമാൻ റൈസിംഗ് എന്ന മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷാനോൺ ടിൻഡിലായിരിക്കും ഈ ഒരു ആനിമേറ്റഡ് മൂവി ഡയറക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്താണ് ജോൺ വിക്കിൻ്റെ സീക്വൽ സീരീസ് ആയിട്ട് വരുന്ന അണ്ടർ ദ ഹൈ ടേബിൾ. സോ ബേസിക്കലി ജോൺ വിക്ക് 4-ന് ശേഷം പുതിയ ക്യാരക്ടേഴ്സിൻ്റെ കഥ പറയുന്ന ഒരു സീരീസാണിത്. ഈ സീരീസിൽ എന്തായാലും ജോൺ വിക്കിനെ ഫീച്ചർ ചെയ്യില്ല എന്ന് ഡയറക്ടർ ചാഡ് സ്റ്റഹേൽസ്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്കവാറും എനിക്ക് തോന്നുന്നു മേ ബി നമ്മൾ 4th പാർട്ടിൽ കണ്ടുകൊണ്ടായിരുന്ന മിസ്റ്റർ നോബഡിയൊക്കെ ഫീച്ചർ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ആ ക്യാരക്ടറിന് വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം വലിയൊരു ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം ജോൺ വിക്കിൻ്റെ ഗെയിമാണ്. ജോൺ വിക്കിൻ്റെ ഒരു ബിഗ് ബഡ്ജറ്റ് AAA ഗെയിം ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചാഡ് സ്റ്റഹേൽസ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ടല്ല, അവരുടെ ഒരു ഇൻട്രസ്റ്റ് ആണ്. മേ ബി എപ്പോഴെങ്കിലും നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 1.5 ജോൺ വിക്ക് ഗെയിം കിട്ടിക്കഴിഞ്ഞാൽ 1 ലെവൽ എക്സ്പീരിയൻസ് തന്നെ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഹോളിവുഡിലെ മറ്റേതൊരു ഫ്രാഞ്ചൈസിയും പോലെ തന്നെ യൂണിവേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് എടുത്തിട്ട് മാക്സിമം സ്പിൻ ഓഫും മാക്സിമം കണ്ടന്റുകളും ഇറക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി തന്നെയാണ് ജോൺ വിക്ക് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് നേരത്തെ ജോൺ വിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 4 പടം മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു പ്രീക്വൽ സീരീസ് കോണ്ടിനെൻ്റലിനെ ബേസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ബല്ലറീന വരുന്നു. ഇത്രയും പ്രൊജക്റ്റുകൾ മാത്രമാണ് ജോൺ വിക്ക് 4 തീരാറാവുന്നൊരു സമയത്ത് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കൈ നിറയെ പ്രൊജക്റ്റുകളുമായിട്ട് ജോൺ വിക്ക് ഫ്രാഞ്ചൈസി നിൽക്കുകയാണ്. അതിന് കാരണം ആ ഫ്രാഞ്ചൈസിയുടെ സക്സസ് തന്നെയാണ്. പക്ഷേ മറ്റേതൊരു ഹോളിവുഡ് ഫ്രാഞ്ചൈസിയും പോലെ തന്നെ ഓവർ സ്റ്റഫ്ഡായിട്ട് കുറേ കണ്ടന്റ് ഇറക്കി എല്ലാം നാശമായി പോകുന്നുള്ളൊരു പേടി ഇവിടെയുണ്ട്. പക്ഷേ ഒരു ഫുൾ ആക്ഷൻ ഫ്രാഞ്ചൈസി ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ മോശമായാലും ആക്ഷൻ സീക്വൻസുകൾ മോശമാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സിനിമാക്കോൺ ഇവിടെ അവസാനിക്കുന്നില്ല, ജസ്റ്റ് Day 2 ആയതേ ഉള്ളൂ. ഇനി 2-3 ദിവസത്തേക്ക് ഒരുപാട് സ്റ്റുഡിയോസിന് ഒരുപാട് പാനൽസ് ആൻഡ് അനൗൺസ്മെൻറ്റ്സ് വരാനുണ്ട്. അപ്പോൾ ലൈവ് അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ എന്തായാലും ഇടുന്നതായിരിക്കും. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് കൂടെ ഉണ്ട്, അതുകൊണ്ട് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റുള്ള വീഡിയോ കണ്ടുപോകുന്നതായിരിക്കും. ദിസ് ഇസ് രഞ്ജൻ ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.